ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അവരിൽ മാത്രമൊന്നുമല്ല ഇത് നിൽക്കേണ്ടത്. ആദ്യം ചോദ്യം ചെയ്യേണ്ടത് ഈ പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടിയാണ്. ഇവിടുന്ന് തുടങ്ങണം. ആര് പറഞ്ഞിട്ട് ഈ പരാതി കൊടുത്തു എന്നുള്ള കാര്യം. കാരണം ഈ 18-ാം തീയതി ഈ പയ്യൻ മരിക്കുമ്പോൾ 3 ദിവസമായിട്ട് ആ പയ്യൻ്റെ വയറ്റിൽ ഭക്ഷണമില്ലായിരുന്നു എന്നും ആ പയ്യൻ്റെ ദേഹത്തുള്ള മുറിവുകൾക്ക് 3 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു എന്നുള്ള കാര്യവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇനി ഇങ്ങനൊരു പരാതി കൊടുക്കാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതിന് 3 ദിവസങ്ങൾക്ക് മുമ്പ് 15-ാം തീയതിക്ക് മുൻപ്, അതായത് ഫെബ്രുവരി 14-ാം തീയതിയെങ്കിലും ഇങ്ങനൊരു സംഭവം ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അന്ന് പരാതി കൊടുക്കുന്നില്ല, 15-ന് കൊടുക്കുന്നില്ല, 16-ന് കൊടുക്കുന്നില്ല, 17-ന് കൊടുക്കുന്നില്ല. 18-ാം തീയതി മരണശേഷം മാത്രം ഇങ്ങനെ ഒരു പരാതി കൊണ്ട് കൊടുക്കുകയാണ്. അതിന് 19-ാം തീയതിയാണ് ഇവരിത് ഫയൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഫയൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പ്രീവിയസ് ഡേറ്റിലിട്ട് ഫയൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുണ്ടായ ഒരു പ്രശ്നം മാത്രമാണ് ഈ 18-ാം തീയതിയിലേക്ക് പരാതി വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവർ 15-ാം തീയതിയോ 16-ാം തീയതിയോ ഡേറ്റ് മാറ്റിയിട്ട് കൊടുത്തേനെ. കൃത്യമായ ഗൂഢാലോചനയാണ് നമുക്കത് ഇത് മനസ്സിലാകുന്നത്. 19-ാം തീയതിയാണ് ഇവർക്കത് ഫയൽ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 18-ാം തീയതി പരാതി ലഭിച്ചു, പക്ഷേ 19-ാം തീയതിയാണ് ഫയൽ ചെയ്തതെന്നാണ്. കൃത്യമായ ഗൂഢാലോചനയാണ് വന്നിരിക്കുന്നത്. ഒരു പയ്യനെ അവിടെ ഇട്ട് തല്ലിക്കൊന്നിട്ട്, ഭക്ഷണം കൊടുക്കാതെ തല്ലിക്കൊന്നിട്ട്, അയാളുടെ ആത്മാഭിമാനം മുഴുവൻ 10-200 കുട്ടികളുടെ മുമ്പിൽ പണയം വയ്ക്കുന്ന പോലുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചിട്ട് ഇവരെല്ലാവരും കൂടി ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് കുറച്ച് നേരത്തെ ഷാജഹാൻ സാറ് പറഞ്ഞതുപോലെ തന്നെ ആ മൃതദേഹത്തെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഇവരെല്ലാവരും കൂടി ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗവർണർ ഇവരെ എല്ലാവരെയും ക്രിമിനൽസ് എന്ന് വിളിച്ചത് അന്വർത്ഥമായിട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ആ പെൺകുട്ടിയോടാണ്, ഈ പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടിയോടാണ്. ഒരു പയ്യൻ മരിച്ചു. ആ പയ്യൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീര് തോർന്നിട്ടില്ല. അവർ പറ്റാവുന്നത് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി പോരാടുകയാണ് ആ മരിച്ചുപോയ പയ്യന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. 18-ാം തീയതി ഈ പയ്യൻ മരിച്ചിട്ടും ഒരാഴ്ചയോളം ഈ സംഗതി പുറത്തു വരാതെ ഇരുന്നു. പ്രതികളെ പ്രോപ്പറായിട്ട് അറസ്റ്റ് ചെയ്യാതെ ഇരുന്നു. 1-ാം പ്രതി, 2-ാം പ്രതി, 3-ാം പ്രതി, അവിടുത്തെ SFI യൂണിയൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഇന്നലെ മാത്രമാണ് അറസ്റ്റാവുന്നത്. ഇന്നലെയും ഇന്നും ഒക്കെ മാത്രമായിട്ടാണ് അറസ്റ്റിലാവുന്നത്. 10-11 ദിവസമായിട്ട് കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അത്രയും വലിയ അനാസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ അനാസ്ഥ വരുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. കൃത്യമായിട്ടും അധികാര കേന്ദ്രങ്ങൾ ഇതിനകത്ത് ഇടപെടുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോളേജിൻ്റെ ഇത്രയും അധികാരികളും 10-200 കുട്ടികളും, അല്ലെങ്കിൽ അവിടെ എത്രയോ കുട്ടികൾ, ഹോസ്റ്റലിൽ മാത്രമുള്ള 100-150, അവിടെ 100 കണക്കിന് കുട്ടികൾ അവിടെ ഉണ്ടാവും. അവിടെ ഹോസ്റ്റലിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒക്കെ ഇപ്പോൾ അത് അഡ്മിന് മാത്രമേ അതിൽ എന്തെങ്കിലും പറഞ്ഞു വരുന്നത് ഇവരാരെയാണ് ഭയക്കുന്നത്, ഇവരെന്തിനെയാണ് ഭയക്കുന്നത്? കേരളത്തിൽ നമുക്കറിയാലോ, അങ്ങനെ ഭയക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ഒരു സംവിധാനവും ഇവിടെ ഇല്ല. കേരളത്തിൽ ഇവർ ഭയക്കുന്നുണ്ടെങ്കിൽ, ഒരു ക്യാമ്പസിനകത്ത് ഇവർ ഭയക്കുന്നുണ്ടെങ്കിൽ, കുറച്ച് നേരത്തെ ജിഷ്ണു പറയുന്നുണ്ടായിരുന്നു 4 SFIക്കാരെ മാത്രമല്ലേ, 4 പേര് മാത്രമല്ലേ SFIക്കാരുള്ളൂ, വേറെ ഉണ്ടല്ലോ എന്ന്. ഈ മരിച്ചുപോയ പയ്യനുണ്ടല്ലോ സിദ്ധാർത്ഥ്, അവൻ്റെ അമ്മയോടും അച്ഛനോടും പറഞ്ഞിരിക്കുന്ന സംഗതിയുണ്ട്. എന്താണ്? അവൻ തന്നെ പറഞ്ഞതാണ്. എന്താണ്? അവിടെ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ SFI ആവുക എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷൻ അല്ലാതെ മറ്റൊരു ഓപ്ഷനും ആരുടെയും മുമ്പിലില്ലായിരുന്നു. നമുക്കറിയാമല്ലോ, ഒരു പരിപാടി നടക്കുന്ന സമയത്ത് SFI മാത്രമുള്ള ക്യാമ്പസുകളിൽ പിള്ളേരെ ഭീഷണിപ്പെടുത്തി പിടിച്ചുകൊണ്ട് ഫ്രണ്ടിൽ എവിടെയെങ്കിലും നിർക്കും. എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇവർ SFIക്കാരാണെന്ന് പറയും. ആ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഇവർ നേരെ പോയിട്ട് ഫ്ലക്സ് അടിച്ച് അവിടെ കൊണ്ടുവയ്ക്കുന്നത്. ഇത് എന്ത് തരം സംഘടനയാണ്, എന്ത് തരം പ്രവൃത്തിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ പരാതി കൊടുത്ത കുട്ടിയുണ്ടല്ലോ, സ്വന്തം മനസാക്ഷിയോട് കിടന്നിട്ട് ഉറക്കം വരുമോ എന്ന് എനിക്കറിയില്ല, ഭക്ഷണം കഴിച്ചാൽ തനിക്ക് ഇറങ്ങുമോ എന്ന് എനിക്കറിയില്ല. കാരണം മരിച്ചുപോയ ഒരു പയ്യനെ ഇത്രയും അപഹാസ്യനാക്കി നിർത്തുവാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പരാതി ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുക, അതായത് ആ പയ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ സംഘടനാപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ കേരളീയ പൊതുസമൂഹം താനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് കാണുക, എന്ത് കണ്ണോടുകൂടിയാണ് കാണുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാകണം. വേറെ ദുഷിച്ച കണ്ണോടുകൂടിയൊന്നും കാണുന്നുണ്ടാവില്ല, പക്ഷെ സഹതാപം തോന്നുന്നുണ്ടാവും, തീർത്തും സഹതാപം. കാരണം ഒരു മനുഷ്യനായിട്ട് ജനിച്ചിട്ട്, ഒരു മനുഷ്യകുലത്തിൽ ജനിച്ചിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം. ഇത് ആ കുട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, അവിടെയുള്ള ഡീനിൻ്റെ കാര്യത്തിൽ, അവിടെയുള്ള അധ്യാപകരുടെ കാര്യത്തിൽ, അവിടെയുള്ള മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഓരോരുത്തരോടും പറയാനുള്ളത് ഇത് തന്നെയാണ്. നിങ്ങൾക്കൊരല്പം മനസാക്ഷി ഉണ്ട്
എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം ഒരു ആഭാസത്തിന് കൂട്ടി നിൽക്കരുതായിരുന്നു. നിങ്ങൾ ഓക്കെ ശരി, ആ പയ്യനെ കൊന്നു, ആ പയ്യന്റെ കൊലപാതകത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂട്ടുനിന്ന് കൊടുത്തു ഒരു കൂട്ടരുടെ കൂടെ. നിങ്ങളുടെ നിവൃത്തികേടായിരിക്കും, അധികാരത്തിലിരിക്കുന്നവരോടുള്ള ഭയമായിരിക്കും, മറ്റു പല വിഷയങ്ങളുമായിരിക്കും, നിങ്ങളെ ഉപദ്രവിക്കുമെന്നുള്ള ഭയമായിരിക്കും, എല്ലാമായിരിക്കും. പക്ഷേ ഇത്തരം ഒരു കാര്യത്തിന് നിങ്ങൾ ഒരിക്കലും നിന്നു കൊടുക്കരുതായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോളട്ടെ. കേരള പോലീസ് അന്വേഷിച്ചാൽ ഈ കേസ് എവിടെയും എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കേരള പോലീസിന്റെ കഴിവില്ലായ്മ കൊണ്ടൊന്നുമല്ല. കേരള പോലീസ് ഇന്ത്യയിലെ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള പോലീസ് സേനകളിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് കേരള പോലീസ് നല്ല കഴിവുള്ളവർ തന്നെയാണ്. പക്ഷേ ഈ കേസ് എങ്ങും എത്തില്ല. അതിന്റെ ഉദാഹരണം, പ്രത്യക്ഷമായ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. വടക്കാഞ്ചേരിയിൽ ഒരു 6 വയസ്സുകാരി, ആ 6 വയസ്സുകാരെ കെട്ടിത്തൂക്കി കൊന്നിട്ട് ആ പ്രതി DYFI-കാരനായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയത് നമ്മളെല്ലാവരും നിസ്സഹായരായി നമ്മൾ കണ്ടതാണ്. വടക്കാഞ്ചേരിയല്ല, വണ്ടിപ്പെരിയാറില്ലേ, നമ്മളെല്ലാവരും നിസ്സഹായരായി കണ്ടുവന്നതാണ്. ആ കോടതി ജഡ്ജ്മെന്റ് എഴുതിയിരിക്കുന്നതിൽ ഏറ്റവും അവസാനം 7-8 പോയിന്റ് എഴുതിയിട്ട് എങ്ങനെ ഈ കേസ് കേരള പോലീസ് തോറ്റുകൊടുത്തു എന്ന് നിസ്സഹായമായിട്ട് ജഡ്ജിക്ക് എഴുതി വെക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ തരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വിദ്യാർത്ഥി സംഘടന, ഇവിടെ ഒരു ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന യുവജന സംഘടന, അതിനു മുകളിൽ ഒരു വലിയ ഗുണ്ടാ സംഘം, ഈ തരത്തിലൊരു ക്രൊണോളജിക്കൽ ഓർഡറിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ചങ്ങലക്കിട്ട് നിർത്തിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവില്ല.